ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായി മോശ ജനിക്കുമ്പോൾ ആൺകുട്ടികളെ മുഴുവൻ നൈൽ നദിയിൽ എറിഞ്ഞു കളയുവാനുള്ള രാജാവിന്റെ കൽപ്പന നിലനിൽക്കുകയായിരുന്നു. എങ്കിലും രാജാവിന്റെ കൊട്ടാരത്തിൽ അവൻ വളരേണ്ടതിനും അഭ്യാസം തികയ്ക്കേണ്ടതിനും ദൈവം വഴിയൊരുക്കി. ശമൂവേൽ ജനിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ദുർലഭമായിരുന്നു. ദർശനങ്ങളും വെളിപ്പാടുകളും അന്യം നിന്നു പോയിരുന്നു. ശുശ്രൂഷാ മണ്ഡലം പാപത്തിന്റെ വഷളത്വം കൊണ്ട് നിറഞ്ഞിരുന്നു. എന്നാൽ ശമൂവേൽ വളർന്നപ്പോൾ അവന്റെ വചനങ്ങളിൽ ഒന്നുപോലും പരാജയപ്പെടുവാൻ ദൈവം അനുവദിച്ചില്ല. ദാൻ മുതൽ ബേർഷേബ വരെ സകലരും അവനെ യഹോവയുടെ പ്രവാചകൻ എന്ന് തിരിച്ചറിഞ്ഞു. ദാവീദ് ജനിച്ചപ്പോൾ അവൻ ഒരു നികൃഷ്ട ജീവിയായി പരിഗണിക്കപ്പെട്ടു. കുടുംബത്തിലും സമൂഹത്തിലും അവൻ നിന്ദാപാത്രമായി ജീവിക്കേണ്ടി വന്നു. എന്നാൽ അഭിഷേകം അവന്റെ നിന്ദയെ മാറ്റി. നികൃഷ്ട ജീവിയായി കണ്ടവർ എഴുന്നേറ്റ് നിന്ന് മാനിക്കുവാൻ തുടങ്ങി. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തി. യേശു ജനിക്കുമ്പോൾ 2 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളെ കൊല്ലുവാനുള്ള കൽപ്പന പുറപ്പെട്ടു. എന്നാൽ ദൈവം വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായി അതേ സ്ഥലത്ത് ഉപയോഗിച്ചു. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, നന്മ സുവിശേഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു. നീ ജനിച്ച സമയമോ സ്ഥലമോ സാഹചര്യമോ അല്ല നിന്റെ ഭാവിയെ നിർണയിക്കുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അത്രേ. നിന്റെ തലമേൽ വീണ അഭിഷേകമത്രേ.